Hi dears, welcome back to Poker School. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. കാരണം അതിൽ ചില ഭാഗങ്ങളും കൂടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളുണ്ട്. ആ ഏരിയകളും കൂടെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ന് കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ അവസാനിപ്പിക്കും. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ് നാളെ മുതൽ നമ്മൾ ടാൻജൻസ് തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പലരും ആവശ്യപ്പെട്ട വീഡിയോസ് ആണ് ടാൻജൻസ്. ഓക്കെ, ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ വശങ്ങളുടെയും വികരണങ്ങളുടെയും നീളം കണക്കാക്കുക. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആൻഡ് ഡയഗണൽസ്, അതായത് ഈ ക്വാഡ്രിലാറ്ററലിന്റെ സൈഡ്സിന്റെ ലെങ്തും ഡയഗണലിന്റെ ലെങ്തും കണ്ടുപിടിക്കാൻ പറഞ്ഞാല് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇതിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുള്ളത് ഈ സൂചക സംഖ്യ ഇവിടെ -3 -2 ആണ്, ഇവിടെ 1 -2 ആണ്, ഇവിടെ 0 0 ആണ്, ഇവിടെ -3 1 ആണ്. വശങ്ങളുടെ നീളം, ചതുർഭുജത്തിന് 4 വശം ഉണ്ടാവില്ലേ, ക്വാഡ്രിലാറ്ററൽ 4 സൈഡ്സ് അല്ലേ, ഈ 4 വശങ്ങളും കാണണം. ദെൻ വികരണം ഡയഗണലും കണ്ടുപിടിക്കണം. അപ്പോ ഞാൻ ഈ ചതുർഭുജത്തിന് ABCD എന്നുള്ള ഒരു നെയിം കൊടുത്തു. ഓക്കെ, കൊടുത്തു. നെക്സ്റ്റ് മക്കളെ, AB എന്ന് പറയുന്ന വശത്തിന്റെ നീളം കാണണം, BC എന്ന് പറയുന്ന വശത്തിന്റെ നീളം കാണണം, CD-യുടെയും കാണണം, AD-യുടെയും കണ്ടുപിടിക്കണം. പ്ലസ് പിന്നെ ഏതാ കാണേണ്ടത്? പിന്നെ കണ്ടുപിടിക്കേണ്ടതാണ് ഇതിന്റെ ഡയഗണൽ. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ക്രോസിൽ വരയ്ക്കുന്നതല്ലേ, AC എന്ന് പറയുന്ന വികരണവും വേണം, അതേപോലെ തന്നെ BD എന്ന് പറയുന്ന വികരണവും വേണം. ഓക്കെ, അപ്പോ ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിന്റെ വശങ്ങളും വികരണങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല, അതായത് അകലം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, എന്തായിരുന്നു ഫോർമുല? ദാറ്റ് ഈസ് √x1 - x2 whole square plus y1 - y2 whole square. അത് മാത്രമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുള്ളൂ? യെസ്, അല്ല. ആധാര ബിന്ദു ആണെങ്കിൽ വേറെ √x² + y² നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് ആണെങ്കിൽ x കോൺസ്റ്റന്റ് ആണെങ്കിൽ |y1 - y2 പഠിച്ചിട്ടുണ്ട്. y കോൺസ്റ്റന്റ് ആണെങ്കിൽ |x1 - x2 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കാണാത്തവർ ഇതിന്റെ തൊട്ട് മുന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. യെസ്, അപ്പൊ ഇവിടെ ABCD എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ഞാൻ AB എന്ന് പറയുന്ന വശത്തിന്റെ നീളമാണ് കാണുന്നത്. AB -3 -2 ആണ്, 1 -2 ആണ്. ശ്രദ്ധിക്കുക, -3 -2 1 -2, അതായത് ഇവിടെ -2 ആണ് y, ഇവിടെ -2 ആണ് y. അപ്പൊ രണ്ടും y എന്താ പറയാ, x1 y1 x2 y2 നടക്കുന്ന ആ സമയത്ത് y-യുടെ ഭാഗം കോൺസ്റ്റന്റ് ആണ്, സ്ഥിരസംഖ്യയാണ്. അപ്പൊ നമ്മള് y കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ഏത് ഫോർമുലയെ ഉപയോഗിച്ച് |x1 - x2 ഉപയോഗിച്ചത് ഓർക്കുന്നില്ലേ? യെസ്, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. അപ്പൊ ഇവിടെ x1 ആയിട്ട് -3 ആണ്, -x2 ആയിട്ട് 1 ആണ്, -3 -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -4 ആണ്. -4ന്റെ കേവലവിൽ എന്താ? കേവലവിൽ വരുമ്പോ നെഗറ്റീവ് പോസിറ്റീവ് ആയി മാറൂലേ? യെസ്, 4 എന്ന് കിട്ടും. AB എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പൊ AB എന്ന് പറയുന്ന ഒരു വശം നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ വശം കണ്ടുപിടിക്കണ്ടേ? എന്താ രണ്ടാമത്തെ വശം? ശ്രദ്ധിക്കേ, രണ്ടാമത്തെ വശം BC ആണ്. BC-ക്കും പ്രത്യേകത ഉണ്ട്. എന്താ? C എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. 0 0 കണ്ട ഒറിജിൻ ആണ്, ആധാര ബിന്ദുവാണ് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കോർഡിനേറ്റ്സിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? 0 0 എന്ന് പറഞ്ഞ ആധാര ബിന്ദുവാണ്, ഒറിജിൻ ആണ്. അപ്പൊ BC എന്ന് പറയുന്നത് വശത്തിന്റെ നീളം കിട്ടാൻ വേണ്ടി ഒരു വശം ആധാര ബിന്ദുവാണെങ്കിൽ നമ്മൾ പഠിച്ച ഫോർമുല എന്തായിരുന്നു? √x² + y² എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ √x² + y² എന്ന് പറഞ്ഞാൽ ഈ 0 0 ഇതാണ് നമ്മൾ x ഉം y ഉം ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ എന്ത് കിട്ടും? √1² + -2². 1² -2². 1ന്റെ സ്ക്വയർ എന്താ? 1 1 1 1 -2ന്റെ സ്ക്വയർ എന്താ? 4 1 ഉം 4 ഉം കൂട്ടിയാൽ എന്ത് കിട്ടി? യെസ്, 5 എന്ന് കിട്ടി. √5 എന്ന് കിട്ടി. അതായത് AB യും കിട്ടി, BC യും കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി AB എത്രയാണ് കിട്ടിയിരുന്നത്? AB = 4 കിട്ടി, BC √5 കിട്ടി. AB ആയി, BC ആയി. ഇനി CD ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ CD കണ്ടുപിടിക്കാൻ CD-യുടെയും ഒരു ബിന്ദു ആധാര ബിന്ദു അല്ലേ, ഒരു പോയിന്റ് ഒറിജിൻ അല്ലേ. അപ്പൊ നമുക്ക് CD എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, CD നമുക്ക് കണ്ടുപിടിക്കാം ആധാര ബിന്ദു. അപ്പൊ √x² + y² തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്മൾ x y ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് വരും? -3² + 1² -3ന്റെ സ്ക്വയർ എന്താ? 9 + 1² എന്ന് പറഞ്ഞാലോ 1 9 ഒന്നും കൂടി എത്ര കിട്ടി?
10 കിട്ടി. അപ്പൊ CD is equal to നമുക്ക് എന്ത് കിട്ടി? √10 എന്നും കിട്ടി CD യുമായി. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ആരെയാ? AD ആണ് കണ്ടുപിടിക്കുന്നത്. AB ആയി, BC ആയി, CD ആയി, AD. AD ആവുമ്പോ ശ്രദ്ധിച്ച് ഇവിടെ -3 -2 -3 1, അതായത് X അക്ഷത്തിൽ വരുന്ന X സൂചക സംഖ്യ ഒരേ സംഖ്യയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടാ മതി? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് y1 മൈനസ് y2. X കോൺസ്റ്റന്റ് ആണെങ്കിൽ മോഡുലസ് ഓഫ് y1 മൈനസ് y2 ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞേ എന്ത് കിട്ടും? 1 മൈനസ് 2 എന്ന് കിട്ടും. 1 മൈനസ് അതായത് 1 മൈനസ് -2 മൈനസ് വന്നാൽ പ്ലസ് ആയി. 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആയി. 3ന്റെ കേവലവില 3 തന്നെ. അപ്പൊ AD ആയി. അപ്പൊ CD നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? √10 എന്ന് കിട്ടി. ഇപ്പൊ AD നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് 3 എന്നും കിട്ടി. ഇനി അപ്പൊ ഈ ചതുർഭുജത്തിന്റെ 4 വശങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്താ? വശങ്ങൾ മാത്രമാണോ ചോദിച്ചത്? അല്ല, ചില ആളുകൾ ഫസ്റ്റ് പാർട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകും. അത് സെക്കൻഡ് പാർട്ട് നമ്മൾ നല്ല രീതിയിൽ നോക്കണം. സെക്കൻഡ് പാർട്ട് ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വികരണങ്ങളാണ് കാണേണ്ടത്, ഡയഗണലാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയഗണൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? യെസ്, അപ്പോ ഒരു വികരണം AC ആണല്ലോ, ഒരു ഡയഗണൽ AC ആണ്. AC എന്നുള്ള ഡയഗണലിൽ നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാം. കാരണം എന്താ? C ആധാര ബിന്ദുവാണ്, ഒറിജിൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? √x² + y² ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? √x² AC ആണ് വരുന്നത്. അപ്പൊ ഇത് x y ആയിട്ട് എടുത്തു. അപ്പൊ എന്ത് വരും? -3² എന്ത് വരും? -2². -3ന്റെ സ്ക്വയർ എന്താ? -3 സ്ക്വയർ 9, 3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ എന്താ? 4. 9 4 ആഡ് ചെയ്താൽ കിട്ടും 13 കിട്ടും. AC ആയി മാറി. AC നമുക്ക് ഒന്നാമത്തെ വികരണം √13 എന്ന് കിട്ടി. അതായത് ഇവിടെ ആധാര ബിന്ദു ആയതുകൊണ്ട് √x² + y² - 3² + -2² that is equal to 9 + 4 that is equal to 13. AC is equal to √13 എന്ന് നമുക്ക് കിട്ടി. ഇനി ഒരു വികരണം കൂടെ കാണണം. ആ വികരണം ഏതാ? AC എന്ന വികരണം കണ്ടാ പിന്നെ ഏതാ വികരണം ബാലൻസ്? BD എന്നുള്ള വികരണമാണ്. BD എന്നുള്ള വികരണത്തിന്റെ B1 -2 ആണ്, -3 1 ആണ്. ഏതെങ്കിലും സ്ഥിരസംഖ്യയായി വരുന്നുണ്ടോ? കോൺസ്റ്റന്റ് വരുന്നുണ്ടോ? ഇല്ല. ഒറിജിൻ വരുന്നുണ്ടോ? ആധാര ബിന്ദു ഉണ്ടോ? ഇല്ല. അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ അകലം കണ്ടുപിടിക്കുന്നത്? അകലം കണ്ടുപിടിക്കാൻ ആ രൂപത്തിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അകലം കണ്ടുപിടിക്കാനുള്ള ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുന്നു. എന്താ ഡിസ്റ്റൻസ് ഫോർമുല? √x1 - x2² + y1 - y2². അപ്പൊ മക്കളെ BD ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് x1 y1 എന്നെടുത്തു. ഇവിടെ നമ്മൾ dx2 y2 എന്നെടുത്തു. Now we can substitute the values in this equation. ഈ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x1 കാണുന്നോടത്ത് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഫോർമുലയിലെ -c. x2 കാണുന്നോടത്ത് എന്ത് കൊടുക്കണം? -3 കൊടുക്കുന്നു. -3² + y1 കാണുന്നോടത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? -2 കൊടുക്കുന്നു. y2 കാണുന്നോടത്ത് നമ്മൾ 1 കൊടുക്കുന്നു. ² then 1 minus of minus that is equal to +3² plus -2 - 1 that is -3². അപ്പൊ എന്ത് കിട്ടുന്നുണ്ട്? 1 + 3 എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. 4ന്റെ സ്ക്വയർ എന്താ? 16. -3ന്റെ സ്ക്വയറോ 9 കിട്ടുന്നുണ്ട്. then 16 9 ആഡ് ചെയ്താൽ എന്ത് കിട്ടി? 25 കിട്ടി. 25 റൂട്ട് എന്താ? 5 കിട്ടി. അതായത് സെക്കൻഡ് ഡയഗണൽ രണ്ടാമത്തെ വികരണത്തിന്റെ നീളം നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. അപ്പൊ ഇതിലെ ഈ ചതുരത്തിന്റെ 4 വശങ്ങളും കണ്ടുപിടിച്ചു, ചതുരത്തിന്റെ 2 വികരണങ്ങളും കണ്ടുപിടിച്ചു. ഓക്കെ, ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ quadrilateral and length of the diagonals. അപ്പൊ കണ്ടുപിടിച്ച മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ, ഒരേപോലുള്ള നമ്പേഴ്സ് ഇല്ല എങ്കിൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ ഏതാ കോൺസ്റ്റന്റ് അതിന്റെ നേരെ, ഇപ്പൊ y കോൺസ്റ്റന്റ് ആണെങ്കിൽ മോഡുലസ് ഓഫ് x1 - x2 എടുക്കുക, x കോൺസ്റ്റന്റ് ആണെങ്കിൽ മോഡുലസ് ഓഫ് y1 - y2 എടുക്കുക, ആധാര ബിന്ദു ആണെങ്കിൽ √x² + y². അതൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോ മക്കളെ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനിപ്പിക്കാം ഈ ചാപ്റ്ററിനെ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ആധാര ബിന്ദു കേന്ദ്രവും ആരം 10 ഒരു വൃത്തം വരയ്ക്കുന്നു. അതിൽ ക്വസ്റ്റ്യൻ A,
സൂചക സംഖ്യകൾ 6, 9, 5, 9, 6, 8 ആയ ബിന്ദുക്കൾ ഈ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് പരിശോധിക്കുക. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എ സർക്കിൾ ഓഫ് റേഡിയസ് 10 cm is drawn with the origin as center. Question A. Check whether each of the points with the coordinates 6, 9, 5, 9, 6, 8 is inside or outside or on the circle. അതായത് ഈ 6, 9, 5, 9, 6, 8 എന്ന് പറയുന്ന പോയിന്റ്സ് വൃത്തത്തിനകത്താണോ പുറത്താണോ വൃത്തത്തിൽ തന്നെയാണോ എന്നാണ് നോക്കേണ്ടത്. അപ്പം സർക്കിൾ ഓഫ് റേഡിയസ് 10 cm എന്ന് പറഞ്ഞു. ഈ വൃത്തത്തിന്റെ ആരം 10 cm എന്ന് പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് 10 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് എന്താണ്? സർക്കിൾ ഓഫ് റേഡിയസ് 10 cm, ഒറിജിൻ ആസ് സെന്റർ, ആധാര ബിന്ദുവാണ് കേന്ദ്രം എന്ന് പറഞ്ഞു. കേന്ദ്രം ആധാര ബിന്ദുവാണെങ്കിൽ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യ എന്തായിരിക്കും? യെസ്, ഒറിജിൻ ആണെങ്കിൽ സൂചക സംഖ്യ 0, 0 ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എയിലേക്ക് വരാം. ഈ 6, 9 എന്ന ബിന്ദു ആധാര ബിന്ദു അല്ലേ കേന്ദ്രം. 6, 9 എന്ന ബിന്ദുവിന് ഞാൻ എ എന്ന് കൊടുത്തു, 5, 9 ഞാൻ ബി എന്ന് കൊടുത്തു, 6, 8 ഞാൻ സി എന്ന് കൊടുത്തു. അപ്പൊ ഈ എ എന്ന് പറയുന്ന വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ, അതായത് ഇൻസൈഡ്, ഔട്ട്സൈഡ് ഓർ ഓൺ ദ സർക്കിൾ, അതുപോലെ ബിയും സിയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ആധാര ബിന്ദുവിൽ നിന്ന്, ആധാര ബിന്ദു പറഞ്ഞാൽ 0, 0, ആധാര ബിന്ദുവിൽ നിന്ന് 6, 9ലേക്കുള്ള അകലം കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ആധാര ബിന്ദു ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല √(x²+y² എന്നാണ്. അപ്പൊ എന്ത് വരുന്നുണ്ട്? √(6² + 9² എന്ന് വരും. അതായത് 6² + 9², 6ന്റെ സ്ക്വയർ എന്താ? 36 കിട്ടും. 9ന്റെ സ്ക്വയർ എന്താ? 81 കിട്ടും. 36ഉം 81ഉം കൂട്ടിയാൽ എന്താ? 36, 81 കൂട്ടിയാൽ യെസ് 6, 3, 7, 3, 8, 11, 117 കിട്ടുന്നുണ്ട്. അതായത് ഈ എ എന്നുള്ള ബിന്ദുവിലേക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അകലം √117 ആണ്. നമ്മുടെ ആരം എത്രയായിരുന്നു? ആരം 10 ആണ്. ആരം 10 ആണ്. പക്ഷേ ഈ കേന്ദ്രത്തിൽ നിന്ന് എയിലേക്കുള്ള അകലം √117 ആണ്. ഈ √117 എന്ന് പറയുന്നത് 10നേക്കാളും വലുതാണോ ചെറുതാണോ? യെസ്, √117 എന്ന് പറഞ്ഞാൽ 10നേക്കാളും വലുതല്ലേ? കാരണം √100 അല്ലേ 10 വരുന്നത്. അപ്പൊ 10നേക്കാളും വലുതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കാം. ഇതിപ്പോ കേന്ദ്രം നമ്മളെ 0, 0 എന്ന് പറഞ്ഞു. നമ്മൾ ഈ 6, 9 എന്ന് പറഞ്ഞ അകലം കണ്ടപ്പോ നമുക്ക് √117 എന്ന് കിട്ടി. √100 വരെ 10 ഇവിടെ ആരം കറക്റ്റ് 10 ആണ് ആരം വരിക. പക്ഷെ ഈ 117 വരുമ്പോ പുറത്തേക്ക് വരും. അപ്പൊ ഈ 6, 9 എന്നുള്ള ബിന്ദു എവിടെത്തും? വൃത്തത്തിന്റെ പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി. ഒന്നാമത്തെ ബിന്ദു എ എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന് പുറത്താണ്, എ ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. എങ്ങനെ കണ്ടുപിടിച്ചാൽ മനസ്സിലായല്ലോ? യെസ്, അതുപോലെ നമ്മൾ എന്താണ്? ബി എ കണ്ടുപിടിക്കണം. ബി എ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്തൂടെ? എങ്ങനെ ചെയ്യാം? ബി കാണാൻ 0, 0 മുതൽ 5, 9 വരെയുള്ള അകലമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ബിയുടെ അകലാണ് ഇനി കാണുന്നത് കേട്ടോ. ബി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് വരും? 0, 0 എന്താ? x² തന്നെയാണല്ലോ, 0, 0 മുതലല്ലേ. അപ്പൊ എന്ത് വരും? 5² + 9². 5ന്റെ സ്ക്വയർ എന്താ? 25 കിട്ടുന്നുണ്ട്. 9ന്റെ സ്ക്വയർ എന്താ? 81 കിട്ടുന്നുണ്ട്. കൂട്ടിയാലോ? 5ഉം 1ഉം 6, 2ഉം 8ഉം 10, 106 കിട്ടുന്നുണ്ട്. 106 എന്ന് പറഞ്ഞാൽ √106 10നേക്കാളും വലുതോ ചെറുതോ? യെസ്, അതും 10നേക്കാളും വലുതാണ്. കാരണം എന്താ? √100 ആണല്ലോ 10. അപ്പൊ 10നേക്കാളും വലുതാണ് √106 വരുന്നത്. അതുകൊണ്ട് ഈ ബിന്ദു, രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ബിന്ദു എവിടെ തന്നെ ഉണ്ടാവുക? √106 100 വരെ എവിടെ വരും? 106 പുറത്തേക്ക് വരും. യെസ്, ദാറ്റ് ഈസ് ഓൾസോ ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന്റെ പുറത്തായിരിക്കും. ഇനി സി ചോദിക്കുന്നത് എന്താ? 6, 8 എന്ന ബിന്ദു 6, 8 ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ ഓൺ ദ സർക്കിൾ ആണോ? അപ്പൊ സിയിലേക്ക് നമ്മൾ വരികയാണ്. 6, 8 എന്ന് വരുന്ന സമയത്ത് √6² + 8². 6ന്റെ സ്ക്വയർ എന്ത് കിട്ടി? 36 എന്ന് കിട്ടി. 8ന്റെ സ്ക്വയർ എന്ത് കിട്ടി? 64 എന്നും കിട്ടി. 36ഉം 64ഉം ആഡ് ചെയ്ത് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. അപ്പൊ ഈ 100 എന്ന് കിട്ടുന്ന സമയത്ത് √100 എന്ന് പറഞ്ഞാൽ എന്താ? 10 എന്ന് പറയുന്നത് തന്നെയല്ലേ നമ്മുടെ ആരം. ഇത് ആരത്തിന് തുല്യമാണ്. അപ്പൊ ആരത്തിന് തുല്യമാവുമ്പോൾ ഇത് വൃത്തത്തിനകത്താണോ പുറത്താണോ വൃത്തത്തിൽ തന്നെയാണോ ഉണ്ടാവുക? യെസ്, ആരത്തിന് കറക്റ്റ് ആവുമ്പോ ഇവിടെ നേരെ അങ്ങോട്ട് വരുന്ന സമയത്ത് കറക്റ്റ് 10 ഇത് എവിടെ ഉണ്ടാവുക? വൃത്തത്തിൽ തന്നെയാണ്. അകത്ത് നെയ്തത് പുറത്ത് നെയ്തത് എന്തെഴുതണം? വൃത്തത്തിൽ. കാരണം എന്താ? ഇതിന്റെ ഈ ഡിസ്റ്റൻസ്, ഈ അകലം ആരത്തിന് ഈക്വൽ ആണ്, ആരത്തിന് സമമാണ്, റേഡിയസിന് ഈക്വൽ ആയതുകൊണ്ട് ഈ
6, 8 എന്ന് പറയുന്ന പോയിന്റ് ഈസ് ഓൺ ദ സർക്കിൾ. ഓക്കെ, വൃത്തത്തിൽ തന്നെയായിരിക്കും. അപ്പൊ ഈ ഐഡിയകൾ മനസ്സിലാക്കുക. അപ്പൊ ആരത്തെക്കാൾ ചെറുതാണെങ്കിൽ എവിടെ ഉണ്ടാവും? വൃത്തത്തിന്റെ അകത്തായിരിക്കും. ആരത്തെക്കാൾ വലുതാണെങ്കിൽ എവിടെ ഉണ്ടാവും? വൃത്തത്തിന്റെ പുറത്തായിരിക്കും. കറക്റ്റ് ആരത്തിന് ഈക്വൽ ആണെങ്കിലോ അത് വൃത്തത്തിൽ ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഐഡിയകൾ മനസ്സിലാക്കുക. അപ്പൊ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ലെസന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ് നമ്മൾ നടത്തിയത്. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണേ. അങ്ങനെ കിട്ടാതെ ഏതെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ കമന്റ് ചെയ്തതിന് മാത്രം അതിനുശേഷം ഇനിയും എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യലാണ് ഇതിൽ ഏറ്റവും നല്ല വഴി. മാക്സിമം പ്രാക്ടീസ്. മാത്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്നതോളം നമുക്ക് ആൻസർ കിട്ടും. അതാണ് നമ്മൾ വേണ്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസ്, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ക്ലാസ്സുകൾ വേഗം കിട്ടാൻ വേണ്ടി അടുത്തുള്ള ആ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ.